ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് ലോട്ട് ഓഫ് ക്രിട്ടിക്കൽ പീപ്പിൾ അറൌണ്ട് യു, അത് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത് എന്നുണ്ടെങ്കിൽ, പക്ഷെ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ ഹാൻഡിൽ ചെയ്യാം അല്ലെ? ഒന്നുകിൽ ആ എൻവയോൺമെന്റിൽ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട് അവർ പറയുന്നത് മൈൻഡ് ചെയ്യാതിരിക്കുക അല്ലെ? അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സിനെയും, നിങ്ങളുടെ ഓരോ കാര്യങ്ങളെയും ക്രിട്ടിസൈസ് ചെയ്യുകയും ജഡ്ജ്മെന്റൽ ആവുന്നതും നിങ്ങളുടെ ഇന്നർ ക്രിട്ടിക് ആണെങ്കിലോ, അങ്ങനെ എപ്പോഴും ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അഡൽറ്റിന്റെ കൂടെ വളർന്നു വന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ ക്രിട്ടിക്കും അതുപോലെ ജഡ്ജ്മെന്റലും ക്രിട്ടിസൈസിങ്ങും ഒക്കെ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? നിങ്ങൾക്ക് ആ എൻവയോൺമെന്റിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെവിയിൽ ഇയർഫോൺ വെച്ചത് കൊണ്ട് അത് മാറുകയും ഇല്ല അല്ലെ? നിങ്ങളുടെ ഓരോ കാര്യത്തിനും അതിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും, ജഡ്ജ്മെന്റൽ ആയിക്കൊണ്ടേയിരിക്കും. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്.